പിതാവ് അബ്ദുൽ നാസർ മാദിനി ഇന്ന് കേരളത്തിലെത്തും. സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് ബംഗളൂരു വിചാരണ കോടതിയിൽ ഹാജരാക്കിയതോടെയാണ് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി ലഭിച്ചത്. നിലവിൽ മാദിനിയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. എന്നാൽ ചികിത്സയുടെ കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആദ്യം പിതാവിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുകയും ചെയ്യുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് കുടുംബം വ്യക്തമാക്കി. തീപ്പൊരി പ്രസംഗത്തിലൂടെ ജനക്കൂട്ടത്തെ ആകർഷിച്ച മാദിനി എന്ന യുവ നേതാവിന് വിനയായത് ആ വാക്കുകളായിരുന്നു. ISS എന്ന പ്രസ്ഥാനത്തിലൂടെ RSSനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്ന അദ്ദേഹം ആ സംഘടന നിരോധിക്കപ്പെട്ടപ്പോൾ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി. രാഷ്ട്രീയ ഇടപെടലിന് മറ്റൊരു വഴി തുറന്നു. വാക്കുകൾ തീക്ഷ്ണമായപ്പോൾ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന പ്രവൃത്തികളും സംസാരവും എന്ന കുറ്റം മാദിനിക്ക് മേൽ ചുമത്തപ്പെട്ടു. 1998 60 പേരുടെ മരണത്തിനിടയാക്കിയ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ട അദ്ദേഹത്തെ 9.5 വർഷം ജയിലിലടച്ചു. നീണ്ട ജയിൽവാസം ആ ശരീരം ക്ഷയിപ്പിച്ചു. അപ്പോൾ ചിന്തയും വാക്കുകളും തളർന്നില്ല. അതിനാൽ തന്നെ മാദിനിക്കെതിരായ വേട്ടയാടൽ അവസാനിച്ചില്ല. 2010 ആഗസ്റ്റ് 17 ബംഗളൂരു സ്ഫോടനത്തിന്റെ പേരിൽ കർണാടക പോലീസ് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. 2011 ഫെബ്രുവരി 11 കർണാടക ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചു. സ്ഫോടനത്തിൽ ബന്ധമുള്ളതായി തെളിവുകൾ പോലീസിനും ഹാജരാക്കാനായില്ല. ഇക്കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയെങ്കിലും ജാമ്യം നൽകുന്നത് കേസിന്റെ വിചാരണയെ ബാധിക്കുമെന്ന കർണാടക സർക്കാരിന്റെ ശക്തമായ വാദം പരിഗണിച്ചായിരുന്നു ജാമ്യം നിരസിച്ചത്. നിരന്തരമായി നീളുന്ന വിചാരണയും കേസ് നടപടികളും പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി മാദിനിക്ക് സ്ഥിരമായ ജാമ്യം അനുവദിച്ചപ്പോഴും ബംഗളൂരു നഗരം വിട്ടുപോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. മാതാവിനെ സന്ദർശിക്കാനും മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനുമായി കർണാടക കോടതിയിൽ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി 2017 അപേക്ഷ സമർപ്പിച്ചപ്പോൾ കർണാടക സർക്കാർ മനുഷ്യത്വ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതിനാൽ കോടതിക്ക് വ്യവസ്ഥകൾ ഇളവ് നൽകാനായില്ല. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായെങ്കിലും കർണാടക പോലീസ് അദ്ദേഹത്തെ ദ്രോഹിക്കാനും സുപ്രീം കോടതി വിധി അട്ടിമറിക്കാനും ശ്രമിച്ചു. സുരക്ഷ, യാത്ര, താമസം അടക്കമുള്ളവയ്ക്കായി 14,79,875 രൂപ കെട്ടിവെക്കണമെന്ന ആവശ്യവുമായി സർക്കാർ രംഗത്ത് വന്നു. മാദിനിയുടെ അഭിഭാഷകൻ ഇക്കാര്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കോടതി രൂക്ഷമായി കർണാടക സർക്കാരിനെ വിമർശിച്ചു. സുരക്ഷാ ചെലവിനായി 1,18,000 രൂപ നൽകിയാൽ മതിയെന്ന സുപ്രീം കോടതി വിധിക്കുകയും സന്ദർശന സമയം 4 ദിവസം കൂടി നീട്ടുകയും ചെയ്തു. ജുഡീഷ്യറിക്കും ഭരണകൂടങ്ങൾക്കും മനുഷ്യാവകാശ സങ്കല്പങ്ങൾക്കുമൊന്നും വ്യാഖ്യാനിക്കാനാവാത്ത കാരണങ്ങളാൽ മാദിനിയുടെ വിചാരണ തടവ് അനിശ്ചിതമായി നീണ്ടു. 9.5 വർഷം കോയമ്പത്തൂർ ജയിലിലും അതിനുശേഷം ബംഗളൂരു ജയിലിലും 2 പതിറ്റാണ്ടിനോടടുത്ത് ഒരു മനുഷ്യൻ നരകയാതന അനുഭവിച്ചിട്ടും നമ്മുടെ പൊതുബോധത്തിന് അതൊരു പ്രശ്നമായി തോന്നിയില്ല. 2008 ജൂലൈ 25 ബാംഗ്ലൂരിൽ നടന്ന 9 സ്ഫോടന പരമ്പരയിൽ 3 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂരു സിറ്റി പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ ഇരട്ട സ്ഫോടനങ്ങളുടെ മുഖ്യ സൂത്രധാരനെന്ന് ആരോപിച്ചാണ് മാദിനിയെ കസ്റ്റഡിയിലെടുത്തത്. 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കുമെന്നാണ് 2014 കർണാടക സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. എന്നാൽ 7 വർഷത്തിലേറെയായി മാദിനിയുടെ വിചാരണ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. ഈ കേസിന്റെ വിചാരണ അവസാനിക്കും വരെയും ബാംഗ്ലൂരു നഗരം വിട്ടുപോകരുതെന്നായിരുന്നു മാദിനിയുടെ ജാമ്യത്തിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന്. ഏപ്രിൽ 17 കേരളത്തിൽ പിതാവിനെ കാണാൻ വരാൻ സുപ്രീം കോടതി മാദിനിക്ക് ജാമ്യം അനുവദിച്ചെങ്കിലും പോലീസ് അകമ്പടിയോടെ കേരളത്തിലെത്താൻ 60 ലക്ഷം രൂപയാണ് ചിലവിനായി കർണാടക സർക്കാർ മാദിനിയോട് വഹിക്കാൻ ആവശ്യപ്പെട്ടത്. ഈ വലിയ തുക വഹിക്കാൻ കഴിയാതെ വന്നതോടെ കേരളത്തിലേക്കുള്ള യാത്രയും തുടങ്ങി.